ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇങ്ങനെ 2025 നമ്മൾ പ്രത്യാശയുടെ വർഷം അല്ലേ, ജൂബിലി വർഷം. അപ്പോൾ ഈ വർഷം ഒത്തിരി വിശേഷങ്ങൾ പരസ്പരം പറയാനും പ്രേക്ഷകരോട് പറയാനും ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഞാൻ ഓർത്തു ഇന്നത്തെ ഒരു വിഷയമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് കുടുംബജീവിതക്കാരുടെ മധ്യസ്ഥനത്തിൻ്റെയാണ്. എനിക്കൊന്ന് വിശുദ്ധ ഔസേപ്പിതാവിനെ പറ്റി ഒന്ന് സംസാരിച്ചാലോ എന്ന്. എല്ലാവർക്കും അറിയാമെങ്കിൽ പോലും എങ്ങനെയാണ് വിശുദ്ധ ഔസേപ്പിതാവ് നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ മധ്യസ്ഥനാകുന്നത്, നമുക്ക് എന്തൊക്കെ ഔസേപ്പിതാവിൽ നിന്ന് പഠിക്കാനുണ്ടെന്നുള്ളതാണ് ഈ 2025 കോണ്ടസ്റ്റിൽ. അതെനിക്കൊന്ന് കേൾക്കാൻ തോന്നുന്നു. നമുക്കറിയാം, തിരുസഭയുടെ മധ്യസ്ഥനാണ് ഔസേപ്പിതാവ്, കുടുംബ ജീവിതക്കാരുടെ മധ്യസ്ഥൻ. അതുകൊണ്ട് ഔസേപ്പിതാവ് നമ്മുടെ എല്ലാ തലങ്ങളിലും നമ്മളെ സ്വാധീനിക്കുന്നു, ബന്ധപ്പെട്ട് നിൽക്കുന്നു. പിന്നെ പലപ്പോഴും ഔസേപ്പിതാവിനെ കുറിച്ച് അധികം നമ്മൾ സംസാരിക്കാറില്ല. ഇങ്ങനെ എന്തെങ്കിലും വരുമ്പം ചോദ്യം ഉത്തരവായിട്ട് വരുന്നുള്ളൂ. ഈശോയെയും മാതാവിനെ കുറിച്ച് പറയുന്ന പോലെ അത്രയും ഔസേപ്പിതാവിനെ കുറിച്ച് സാധാരണ പറയാറില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ ശരിക്കും ഒരു നല്ല മാതൃക ഓരോ മനുഷ്യനും കാണിച്ചു തരുന്ന ഒരു വലിയ വിശുദ്ധനാണ് ഔസേപ്പിതാവ്. കുടുംബജീവിതക്കാർക്കും സന്യസ്തർക്കും എല്ലാവർക്കും ഒരു മാതൃകയാണ്. കുടുംബം എന്ന രീതിയിൽ ഒരുപാട് മാതൃകകൾ ഔസേപ്പിതാവിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ധ്യാനപൂർവ്വം ഔസേപ്പിതാവിനെ ഒന്ന് വിചിന്തനം നടത്തുന്നത് ഉപകാരമാണ്. നമുക്ക് എല്ലാവർക്കും, ഇപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും പങ്കുവെക്കുന്ന നമുക്കും എല്ലാം ഒരു ധ്യാന വിഷയമായ ഔസേപ്പിതാവ് എന്നും നമ്മുടെ സഭയിൽ നിൽക്കുന്നു, ബൈബിളിലുണ്ട്, നമ്മുടെ ജീവിതത്തിലും ഔസേപ്പിതാവുണ്ട്. എനിക്ക് തോന്നി ഔസേപ്പിതാവ് മാതാവിനെ കല്യാണം ആലോചിച്ചപ്പോൾ തൊട്ട് പ്രതിസന്ധികളാണ് അല്ലേ, മൊത്തം പ്രതിസന്ധികളാണ്, തീരുമാനം എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഒക്കെ ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ഔസേപ്പിതാവിനെ, അങ്ങനെ ഒരു പ്രതിസന്ധികൾ നിറഞ്ഞൊരു ഔസേപ്പിതാവ് എൻ്റെ മനസ്സിൽ വരുന്നത്. അപ്പോഴൊക്കെ ദൈവത്തോട് ആലോചന ചോദിച്ചൊരു വ്യക്തിയാണല്ലോ നമ്മൾ ഔസേപ്പിതാവിൽ കാണുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുടുംബജീവിതത്തിലെ പ്രതിസന്ധികളാണല്ലോ പലപ്പോഴും. അപ്പം നമ്മൾ ചോദിക്കേണ്ട ഒരു ആലോചനയും ഞങ്ങളുടെ ഈ പ്രതിസന്ധി തരണം ചെയ്യാനുള്ള അപ്പോൾ ഔസേപ്പിതാവിനെ നമ്മളെങ്ങനെ കണ്ടുപിടിക്കണം, അങ്ങനെ നമുക്കൊന്ന് പറയാം. നമുക്ക് തന്നെ ഉള്ളൂ. നമുക്ക് ഔസേപ്പിതാവിനെ നമ്മൾ കാണുന്നത് ഓരോ പ്രധാന സമയത്തും ദൈവവുമായി കൺസൾട്ടേഷനുണ്ട്. അപ്പം അതിന് കൺസൾട്ടേഷൻ എന്ന് ബൈബിൾ പറയുന്നില്ല, ബൈബിൾ പറയും സ്വപ്നം. ഓരോ സ്വപ്നത്തിലും യോസേപ്പും ദൈവവും കൂടി സംസാരിക്കുന്നതായിരുന്നു ആ സ്വപ്നം. മറിയത്തെ സ്വീകരിക്കണോ എന്നൊന്നും സംശയിച്ചു. അപ്പോൾ മനുഷ്യവ്യക്തികളുടെ ആരുടെ ഉപദേശം തേടിയില്ല, ദൈവത്തോട് ചോദിച്ചു. ദൈവം പറഞ്ഞു സ്വീകരിക്കും. ഒരു വ്യക്തിയോടായിരുന്നു ഉപദേശം ചോദിക്കുന്നതിൽ ചിലപ്പം ആ കുടുംബം ഉണ്ടാകണമെന്നില്ല. അപ്പം ദൈവത്തോട് ആലോചന ചോദിച്ചു, മറിയത്തെ സ്വീകരിച്ചു. അതുപോലെ ഈശോയെ മറിയം പ്രസവിച്ചു. അപ്പോൾ ഹെറോദേസിൻ്റെ ആൾക്കാർ കൊല്ലുമെന്ന് ഓർത്തപ്പോൾ എന്ത് ചെയ്യും? അടുത്ത സ്വപ്നം, അടുത്ത കൺസൾട്ടേഷൻ, ഈജിപ്തിലേക്ക് പലായനം ചെയ്തു. ഈജിപ്തിൽ സേഫായി വന്നപ്പോൾ വീണ്ടും സംശയം, ഇവിടെ കിടന്നാൽ മതിയോ, പോകണോ? വീണ്ടും ദൈവത്തോട് ആലോചന. ദൈവം പറഞ്ഞു ശിശുവിനെ കൊണ്ട് പൊക്കും. അപ്പം എല്ലാ നിർണായക സമയങ്ങളിലും ദൈവവുമായിട്ട് ആലോചന നടത്തിയ ആളെയാണ് കാണുക. ഒരു അപ്പൻ അമ്മ രണ്ടുപേരും കുടുംബത്തിൽ ദൈവത്തോട് ആലോചന നടത്തണം. നമുക്ക് ആലോചന നടത്താനുള്ള സമയം നമ്മുടെ സന്ധ്യാപ്രാർത്ഥനകൾ, വിശുദ്ധ കുമ്പസാരം, കുർബാന, വേദപുസ്തക വായന, നല്ല സത്സംഗങ്ങൾ, ഇതൊക്കെ കുടുംബം ദൈവത്തോട് നമ്മൾ ആലോചന നടത്തും. പക്ഷെ സാധാരണ നടക്കുന്നത് നമ്മൾ ചുമ്മാ ക്ലബ്ബ്, ഹോട്ടൽ, തട്ടുകട, ചുമ്മാ ടൈം വേസ്റ്റ് ചെയ്ത് നമ്മളും ഇരിക്കും, അടുത്ത് വേസ്റ്റ് ചെയ്താൽ പട്ടിയിരിക്കും. ഒരേ നിലവാരത്തിൽ കുറേ പേരും ഇരിക്കും എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. പ്രാർത്ഥന പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ട് ഈ സന്ധ്യ ഹോട്ടൽ പരിപാടിക്ക് പോകുന്നവരെ കാണാം. അപ്പോൾ ഒരുമിച്ച് ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഭർത്താവും ഭാര്യയും ഒക്കെ ആയിട്ട്. അപ്പം അവിടെ അങ്ങനെ ഓടുമ്പം എല്ലാം മാനുഷികമായിട്ട് അവസാനിക്കും, അങ്ങനെ ഓടുമ്പം. പക്ഷെ നമ്മൾ ദൈവത്തോട് ഒരു ബന്ധം വരുത്തി പോയാൽ മാനുഷികമായി അവസാനിക്കുന്ന പലതും ദൈവികമായിട്ട് രൂപാന്തരപ്പെടും. അതാണ് കാണുക. തകർന്നു പോകാവുന്ന ഒരു കുടുംബം ദൈവത്തോട് ബന്ധപ്പെട്ടപ്പോൾ എങ്ങനെ താങ്ങി നിർത്തി, എങ്ങനെ ബലമുള്ളതായി. നമ്മൾ കുടുംബത്തിലൊക്കെ ഓർക്കേണ്ട ഒരു കാര്യം, എത്ര തിരക്കുണ്ടെങ്കിലും ദൈവത്തിനോട് ഇരിക്കാൻ സമയം കണ്ടെത്തണം. പിന്നെ നിർണായക സമയങ്ങളിൽ ചുമ്മാ കൂട്ടുകാരോടും എല്ലാം ഷെയർ ചെയ്ത് ദൈവത്തോട് ചോദിക്കണം. ദൈവം ഇങ്ങനെയൊക്കെ ടെൻഷനുണ്ട്, പിരിമുറുക്കമുണ്ട്, ഞാൻ എന്നാ ചെയ്യണം? അപ്പം അങ്ങനെ ചോദിക്കുന്നവർക്കെല്ലാം ദൈവം ഇടപെടും. അത് പണ്ട് അബ്രാഹാം മുതൽ മോശ, പ്രവാചകന്മാർ എല്ലാവരും ദൈവത്തോട് ആലോചന ചോദിച്ചവരാ. അങ്ങനെ ചോദിച്ചവരെല്ലാം വലുതായി.
ഞാനത് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഓർക്കുവാണ്. അച്ഛൻ അങ്ങനെ പറയുമ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ മനസ്സിലോർക്കും. ഇപ്പോൾ ഔസേപ്പ് പിതാവിന് സ്വപ്നത്തിലൂടെ ദൈവം അത് കാണിച്ചു കൊടുത്തു. ചിലർ പറയാറുണ്ട്, ചിലർക്ക് ദർശനങ്ങൾ കിട്ടാറുണ്ട്, അല്ലെങ്കിൽ ബൈബിളിലൂടെ സംസാരിച്ചു എന്നൊക്കെ. ചിലപ്പോൾ ചില സാധാരണക്കാരിങ്ങനെ പറയാറുണ്ട്, അവർക്ക് അറിയില്ല ശരിക്കും ദൈവം എന്താ പറയുന്നത്, അതെങ്ങനെ ഒന്ന് മനസ്സിലാക്കി എടുക്കുന്നേ. നമ്മൾ വല്ല വൈദികരെ പോയി കണ്ടാലാണോ, അല്ലെങ്കിൽ മറ്റുള്ളൊരാളോട് ചോദിച്ചാലാണോ, അങ്ങനത്തെ ഒരു കൊച്ചു രീതിയിൽ, ഇപ്പോൾ ഒരു സാധാരണക്കാരെന്നുള്ള രീതിയിൽ ദൈവത്തോട് ആലോചന ചോദിക്കുന്നുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ നമുക്കൊരു തീരുമാനം എടുക്കാനായിട്ട് ദൈവം നമ്മളെ ഏത് രീതിയിലൊക്കെ ആയിരിക്കും ഒന്ന് ഗൈഡ് ചെയ്യുന്നത്? ശരിക്കും എങ്ങനെയായിരിക്കും അത് ചെയ്യുന്നത്? നമ്മൾ അറിവുള്ള ആൾക്കാരോട് ആലോചന ചോദിക്കാം, അതൊരു പ്രധാന കാര്യമാണ്. 2, ഒരു നല്ല ആത്മീയത ഉള്ളവരോട് നമ്മൾ ചോദിക്കുന്നത് നല്ലതാണ്. ഒരു കുഴപ്പം, എല്ലാ ദർശനവും ദൈവത്തിൽ നിന്നാകണമെന്ന് ഇല്ല. നല്ല ദർശനം കിട്ടുമ്പം പിശാചിൻ്റെ തട്ടിപ്പും അവിടെ ഉണ്ടാകാം. അതുകൊണ്ട് ദർശനങ്ങളിൽ കാണുന്നത് ആരോട് പറയുന്നു, ആ കേൾക്കുന്നയാൾക്ക് പ്രത്യാശ പകരുന്നതും നന്മ വരുന്നതുമാണെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് തരിക. ചുമ്മാ ടെൻഷൻ പിടിപ്പിക്കുന്നത് അത് കറക്റ്റ് ദർശനമല്ല, അതൊരു തോന്നലാണ്. അപ്പം ആ തോന്നൽ പറയാൻ പാടില്ല. ഒരു വിവേചിച്ചറിയാൻ കഴിവുള്ളവരോടെ ആലോചനകൾ ചോദിക്കാവുള്ളൂ. എന്തും ഏതും ദൈവം കാണിച്ചു. അപ്പം ചുമ്മാ പൊട്ട വിശ്വാസവും പൊട്ട ഭക്തിയുവാ. പ്രാർത്ഥിച്ചവൻ കണ്ടു, പ്രാർത്ഥിച്ചവൻ കിട്ടി, അതിനൊന്നും ഒരു ഊന്നലൊന്നും കൊടുക്കാൻ പാടില്ല. പ്രാർത്ഥിച്ചവൻ കിട്ടിയത് എന്താണെന്ന് കേട്ടിട്ട് നമ്മൾ വിവേചിച്ചറിയണം. പ്രാർത്ഥിച്ചവർ കണ്ടത് എന്താണെന്ന് പ്രാർത്ഥിച്ചിട്ട് വിവേചിച്ചറിയണം. അങ്ങനെ വിവേചിച്ചറിയുമ്പം ആ പ്രാർത്ഥനയിലൊരു ഫലമുണ്ട്, ആ പ്രാർത്ഥനയ്ക്കൊരു പ്രത്യേക സിദ്ധിയുണ്ട്, നന്മയുണ്ട്. അച്ഛനിപ്പോൾ ഈ പറഞ്ഞ കാര്യമുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ കുടുംബജീവിതക്കാരല്ല പലരുടെ ഇടയിൽ ഭയങ്കര ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ ആരെ വിശ്വസിക്കണം, ഇത് പറയുന്നത് സത്യമാണോ, ഇങ്ങനെ പറഞ്ഞല്ലോ, ചിലർ എല്ലാം കർത്താവ് പറഞ്ഞു, ബൈബിൾ നോക്കി, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പം ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത വിധത്തിൽ ഉഴലിപ്പോകാറുണ്ട്. നമുക്ക് എല്ലാം മുഖവിലയ്ക്ക് എടുക്കാൻ പറ്റുമല്ല, വിവേചിച്ചറിയാം. അപ്പം ചിലർ നല്ല മനുഷ്യരാ, പക്ഷേ വിവരമില്ല, അവർക്ക് വിവേകമില്ല, പക്ഷേ വിശുദ്ധി കാണും, ഇങ്ങനെ എല്ലാം നല്ലതായിരിക്കും. പക്ഷെ അങ്ങനെ എല്ലാവരോടും നമ്മൾ ചോദിക്കാനും പോകരുത്. ഒരുപാട് കാര്യം സ്വയം പ്രാർത്ഥിച്ച് ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിക്കണം. വിഷമസന്ധികളിൽ നമ്മൾ ചോദിക്കണം. അവർ പറയുന്നത് വീണ്ടും നമ്മളെ മുറിപ്പെടുത്തുന്നതാണെങ്കിൽ അത് ദൈവത്തിൽ നിന്നല്ല, അങ്ങനെ പറ്റില്ല. നമുക്ക് നന്മയും സഭയ്ക്ക് നന്മയും കുടുംബത്തിന് നന്മയും വരുന്നതാണെങ്കിൽ അത് ദൈവത്തിൽ നിന്നാണ്. ആ വിവേചനം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പം അങ്ങനെയുള്ളതിനെ ദൈവികമായിട്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പം ഔസേപ്പ് പിതാവിൻ്റെ കാലത്തും ഒരുപാട് സിദ്ധിയുള്ളവർ കണ്ടേക്കാം, കണ്ണടയ്ക്കുമ്പോൾ കിട്ടുന്നവരും അല്ലേ, കൈവെക്കുമ്പം കാണുന്നവരും ഒക്കെ കണ്ടേക്കാം. പക്ഷെ അവരോടൊന്നും ചോദിച്ചില്ല, ചുമ്മാ തമ്പുരാനോട് ചോദിച്ചു, മറുപടി കിട്ടി. ഇപ്പം നമുക്ക് ഈ കാഴ്ചയും ദർശനമൊക്കെ ഒരു കഴിഞ്ഞ 50 വർഷം കൊണ്ട് വന്നതാണ്. അതിനുമ്പോൾ കാരണവന്മാർക്ക് ഈ കാഴ്ചയിലെ ദർശനമൊന്നുമില്ല. അറിയാവുന്ന കൊന്ത, അറിയാവുന്ന കുമ്പസാരം, നമസ്കാരം, ഭക്തി അത്രയും പാടിപ്പോയാലാ. ഇന്നതിനേക്കാൾ വളരെ മെച്ചപ്പെട്ടവരുമായിരുന്നു അന്ന്. ഈ ദർശനമുള്ള കാലത്തേക്കാൾ കൂടുതൽ പുണ്യം അന്നുണ്ടായിരുന്നു. അപ്പം നേരെ അവിടെ നമ്മൾ ഇതിനെ ഇങ്ങനെ എടുക്കാവുള്ളൂ. ദൈവത്തോടൊരു ആലോചന എന്നും ചോദിക്കണം. അപ്പനാണെങ്കിലും അമ്മയാണെങ്കിലും അത് മക്കളെക്കുറിച്ചും ജീവിത പങ്കാളിയെക്കുറിച്ചും ജീവിത പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെ അവർ ചിന്ത ഒത്തിരി ബലപ്പെടുത്തും. മാത്രമല്ല, ഞാനിങ്ങനെ ഓർക്കും, ഇങ്ങനെ സ്വപ്നം കണ്ടു, ദൈവം കാണിച്ചു കൊടുത്തു, പക്ഷേ പലരും എന്ന് പറഞ്ഞാലേ അത് ആക്ഷനിലാക്കണമെന്ന് നിർബന്ധമില്ലല്ലോ. മനുഷ്യനിപ്പം പലതും ദൈവം വെളിപ്പെടുത്തുന്നുണ്ട്, ഇങ്ങനെ ചെയ്യാൻ പറയുന്നുണ്ടെന്ന്. പക്ഷേ ഔസേപ്പ് പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഔസേപ്പ് പിതാവ് മറ്റൊന്നും ചിന്തിക്കാതെ അപ്പാടെ അങ്ങ് അനുസരിച്ചു. അതിനകത്ത് ഒരു യുക്തിയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലോജിക്കൊന്നും പുള്ളി ചിന്തിച്ചിട്ടേ ഇല്ല. ശരിയല്ലേ? ഇപ്പം മാതാവ് പ്രഗ്നൻ്റാണ്, ഗർഭിണിയാണ്, കല്യാണം കഴിക്കാൻ പറഞ്ഞാലും വേണോ വേണ്ടോ എന്ന് ചിന്തിക്കാമല്ലോ. അല്ലെങ്കിൽ കുട്ടിയെ എടുത്തുകൊണ്ട് ഇന്നടത്തേക്ക് പോകൂ എന്ന് പറയുമ്പം അതിൻ്റെ ഒരു, അതായത് ഔസേപ്പ് പിതാവിൻ്റെ തലയൊന്നും ഉപയോഗിച്ചിട്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. തമ്പുരാൻ പറഞ്ഞു ചെയ്തു. അതൊരു കണ്ണുകെട്ടി കളി പോലെ. നീ പോരാൻ പറഞ്ഞു, അങ്ങ് പോന്നു. അല്ലെങ്കിൽ കരന്തല്ലിപ്പൊട്ടിയൊരു കളിയുണ്ട്, കണ്ണ് കെട്ടിയിട്ടാണ് തല്ലിപ്പൊട്ടിക്കുന്നത്. പക്ഷേ ആ ഒരു ഞാൻ കാഴ്ചയിലല്ല വിശ്വാസത്തിലാണ് നടക്കുന്നതെന്ന് ബൈബിളിൽ പറയാറുണ്ട്. അപ്പം ഇതൊരു വിശ്വാസം നടപ്പായിരുന്നു. കാഴ്ചയുടെ അല്ല, ചിന്തയുടെ അല്ല, ഫെയ്ത്തിൽ ഒറ്റ മൂവ്മെൻറ്റ്. അതായിരുന്നു ഔസേപ്പ് പിതാവ്. അപ്പം അത് അങ്ങനെ നടക്കാൻ ഒരു കുടുംബത്തിൽ പറ്റിയാൽ ഒത്തിരി കാര്യങ്ങളിൽ സമാധാനം ഉണ്ടാകും. പക്ഷെ പലരും കളിയാക്കിയെന്നിരിക്കും അല്ലേ? നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളോട് മറ്റുള്ളവർ നോക്കുമ്പോൾ ഇവർക്ക് എന്താണ് വട്ടാണോ തോന്നിക്കുമാറാണല്ലോ പല കാര്യങ്ങളും പോകുന്നത്. പക്ഷേ ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് ചെയ്തിട്ട് പിന്നീട് അത് ഭയങ്കര സാക്ഷിയൊക്കെ ആയിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ ബൈബിൾ അതിൻ്റെ ഉദാഹരണമേ ഉള്ളൂ. നോഹ, അതെ, എന്നാ കാണിക്കുന്നത്? വെറും വെടിവേഷം,
പക്ഷേ അവസാനം നന്നായി. മോശ ചുമ്മാ ഉണക്കക്കമ്പ് കൊണ്ട് നടക്കുക, പക്ഷേ അതിലൂടെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. ജോഷുവ കാകൾ ഊതി നടന്നുള്ളൂ, പക്ഷേ കോട്ട തകർന്നു വീണു. ഇതുപോലെ വിശ്വാസത്തിൻ്റെ വിഡ്ഢിവേഷം നമ്മളും കേട്ടണം. അത് യോസേപ്പിതാവ് വഴി നമ്മൾ പഠിക്കുന്നൊരു പാഠം അതാണ്. ദൈവത്തോട് ആലോചന ചോദിക്കുക, വിശ്വാസത്തിന് വിഡ്ഢിവേഷം കെട്ടുക, കണ്ണടച്ച് ദൈവത്തിന് പുറകെ അങ്ങ് പോവുക. അങ്ങനെ പോകാൻ അപ്പനും അമ്മയ്ക്കും പഠിച്ചാൽ താൽക്കാലിക പ്രതിസന്ധി വന്നാലും ആത്യന്തികമായി മക്കളിലൂടെ അത് ഒരു നന്മയായി അനുഗ്രഹമായി മാറും. ഒരു കാലത്ത് തെണ്ടിത്തിരിഞ്ഞ കുടുംബങ്ങൾ ഒന്നുമില്ല, തമ്പുരാനെ മാത്രം ആശ്രയിച്ചു. ആ കുടുംബങ്ങൾ നാട്ടിലെ എല്ലാ മേഖലയിലും ഒന്നാം കുടുംബമായി മാറി. എത്ര പേരെ കേരള സഭയെ കാണിക്കാൻ പറ്റും? തീർച്ചയായിട്ടും നമുക്ക് എത്ര പേരെ ശരിക്കും പറഞ്ഞാൽ ചൂണ്ടിക്കാണിക്കാനുണ്ടല്ലേ. അതുപോലെ തന്നെ യോസേപ്പിതാവിൻ്റെ വേറൊരു പ്രത്യേകത തൊഴിലാളികളുടെ മധ്യസ്ഥൻ എന്നാണല്ലോ പറയുക. അപ്പം യോസേപ്പിതാവ് ഈശോയുടെ അപ്പനാണ് എന്ന് കരുതി പ്രത്യേകിച്ച് ദൈവം വലിയ ഗ്രേഡ് കൂടിയ ജോലിയോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് സാമ്പത്തികമായി ഉന്നമനമൊന്നും കൊടുത്തതായിട്ടൊന്നും നമുക്കറിയില്ല. സാധാരണ പോലെ തന്നെയാണ് കഴിഞ്ഞു പോയത്. അപ്പോൾ ആ ഒരു കഠിനാധ്വാനം മസ്റ്റാണ് കുടുംബജീവിതത്തിൽ. അവിടെ ഈ യോസേപ്പിതാവ് നമ്മളെ പഠിപ്പിക്കുന്നൊരു മാതൃക, ജീവിതത്തിൽ ദൈവം വരുമ്പോൾ പ്രശ്നം തീരുകയല്ല, പ്രശ്നത്തെ നോക്കിക്കാണുന്ന രീതി മാറും. അതാണ് വിശ്വാസ ചരിത്രം. അതാണ് അതിൻ്റെ ഉദാത്ത ഭാവമായ യോസേപ്പിതാവ്. ദൈവത്തിൽ ആശ്രയിച്ച് ദൈവം കടന്നു വന്നപ്പം മോശയുടെ വിക്ക് മാറിയില്ല, പക്ഷെ ആ വിക്ക് വെച്ചോണ്ട് ഒരു നേതാവായി നമ്മൾ കാണും. സക്കൗസിൻ്റെ വീട്ടിൽ വന്നു, പൊക്കമൊന്നും കൂടിയില്ല, ഉള്ള പൊക്കത്തിൽ പുതിയ ആളായി. ഒരാശാരിപ്പണിക്കാരനായ യോസേപ്പ് ദൈവത്തിൻ്റെ കൃപ ഉള്ളി വന്നപ്പം പ്രത്യേകിച്ചൊന്നുമില്ല, പക്ഷേ എന്തും ചെയ്യാനുള്ള മനസ്സങ്ങായി. എന്ത് ചെയ്യാനുള്ള മനസ്സ്, അത് ഈ ഉളി കൊണ്ട് മിനുക്കുമ്പോഴും ചിന്തയിലിടുമ്പോഴും ആണിയടിച്ച് ഉറപ്പിക്കുമ്പോഴും എല്ലാം ഒരു ചിന്തയേ ഉള്ളൂ, ദൈവം ഏൽപ്പിച്ച് ഈ പണി ചെയ്യുന്ന സമയത്തോട് ഇതങ്ങ് ചെയ്യുക. അങ്ങനെ ചെയ്ത് അതുകൊണ്ട് ഭാര്യയ്ക്കും മകനും എൺ ചെയ്യുക. അപ്പം ഈ രീതിയിൽ അങ്ങ് ചെയ്യുമായിരുന്നു. അപ്പം എങ്ങനെ ചെയ്യണം, ഇതെങ്ങനെ, ഒന്നുമില്ല, ഏൽപ്പിച്ച പണി നൽകപ്പെട്ട സമയത്ത് ചിട്ടയടിച്ചു. അതാണ് തൊഴിലിൻ്റെ മാഹാത്മ്യം. യോസേപ്പിതാവ് ആശാരിപ്പരയിലായിരിക്കും, ഒരു മന്ത്രി ഓഫീസിലായിരിക്കും, ഒരു പിതാവ് അരമനയിലായിരിക്കും, നമ്മൾ നമ്മുടെ വീട്ടിലെ ഓഫീസിലായിരിക്കും. എവിടെയും ഒരു പണിയുണ്ട്, അത് കൃത്യമായിട്ട് ചെയ്യണം, കൃത്യവിലോപമില്ലാതെ നമ്മൾ ചെയ്യണം. അതാണ് തൊഴിലിൻ്റെ മഹാത്മ്യം എന്ന് പറയുക. അല്ലാണ്ട് യോസേപ്പിതാവേ ഞങ്ങൾക്ക് നല്ല തൊഴിൽ തരണേ, അങ്ങനെ ആക്കണം, ഒന്നുമില്ല. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാനുമില്ല. ഈ മാതൃക ചുമ്മാ എടുക്കുക. അപ്പം ചെയ്തു, ശരിക്കങ്ങ് ചെയ്തു. ദൈവത്തിൻ്റെ വളർത്തുപിതാവാണ്, തമ്പുരാൻ്റെ കാവൽക്കാരനാണ് ഈ ഭൂമിയിൽ, എന്നിട്ട് പണി ചെയ്തുകൊണ്ട്. അപ്പം നമ്മൾ ഈ കുറച്ച് കാശാകുമ്പം ഇനി വിശ്രമിക്കാം, ഇത്രയും നാൾ പണിതില്ലേ, തിന്ന് സൂക്ഷിച്ചേക്കാം. ചില കൊച്ചമ്മമാർ പറയും. ഇത് ഞാൻ തിരുവനന്തപുരത്ത് കണ്ടിട്ടുണ്ട്. നല്ല ജോലിയുള്ളവരും ഫ്ലാറ്റിൻ്റെ മണ്ടയിൽ ചട്ടിക്കകത്ത് പച്ചക്കറി വളർത്തുന്നവരുണ്ട്, ചീര വളർത്തുന്നവരുണ്ട്. ഞാൻ ചുമ്മാ തിന്ന് കുടിച്ച് ഈ കൊഴുത്ത ബാസാലിലെ മൃഗം പോലെ നടക്കാം, തട്ടികളെയും കയറി ഓടത്തിൽ നിന്ന് ഇറങ്ങി. അതുകൂടാതെ ഇങ്ങനൊരു സ്ഥലമുണ്ട്, ഉള്ളിടത്ത് മുറ്റത്ത് വരാന്തയിലെ ചട്ടിയിൽ ഒരു വെണ്ട പിടിപ്പിക്കാം. നമുക്ക് ടെറസിനകത്ത് ചട്ടി മണ്ണ് വെച്ചിട്ട് പച്ചക്കറി കൃഷി നടത്താം. ഇത്ര പേരെ കാണാം, ലക്ഷങ്ങൾ ശമ്പളം മേടിക്കുന്നവരാന്ന് ഓർക്കണം. അപ്പം അങ്ങനെയുള്ള മാതൃകകൾ ഇന്നുമുണ്ട് നമുക്ക്. പക്ഷേ മനുഷ്യനതല്ല, മനുഷ്യന് അല്പമാകുമ്പം റിട്ടയർമെൻ്റ് ആയ ചുമ്മാ കറങ്ങാൻ പോവാം, ഒന്ന് ജോലി തീർന്നു ചുമ്മാ കറങ്ങാൻ പോകണം. അതൊക്കെ കറങ്ങുന്നതൊക്കെ നല്ലതാണ്, പക്ഷെ അടിസ്ഥാന ജോലിയുണ്ടല്ലോ, ഒരു ദൗത്യം, അത് അതിനോടൊപ്പം നമ്മൾ ചെയ്യണം. അപ്പം കറക്കം സബ്സ്റ്റിറ്റ്യൂട്ടല്ല, അതൊരു എൻഡേരിയം പീരീഡ് എന്നുള്ളതേ ഉള്ളൂ. ജോലിയാണ് പ്രധാനം. രണ്ട് കാലം നിൽക്കാൻ പറ്റുന്ന കാലത്തോളം നമ്മൾ ജോലി ചെയ്യണം. അത് ജോലിയുടെ മഹത്വമൊന്നുമില്ല, ചെയ്യുന്ന ജോലി വൃത്തിയായിട്ട് ചെയ്യുക, ദൈവൽപ്പിച്ച ജോലി, അങ്ങനെ പോയാൽ മതി. അങ്ങനെ പോകുമ്പോഴാണ് തൊഴിലിന് മഹാത്മ്യം. അത് അവർ ഏത് പണിയും ചെയ്തോട്ടെ, എല്ലാവരും പറയും കൊള്ളാമല്ലോ. ഒരു ബാങ്കിലെ പ്യൂണാണ്, പക്ഷേ ചെല്ലുമ്പം ഭംഗിയായിട്ട് പറയും നല്ലൊരു പ്യൂണാകട്ടോ, പഠിപ്പിച്ച് നന്നായിട്ട് പഠിപ്പിച്ചാൽ നല്ല സാറാകട്ടോ. ഒത്തിരി ഡിഗ്രിയേക്കാൾ വലിയ പെരുമാറ്റം ഉണ്ടല്ലോ, അതും തൊഴിലിനോട് ചേർന്ന് പോകണം. ഞാനിങ്ങനെ അറിയാതെ മനസ്സിലൊന്നൊരു ചോദ്യമാണേ, ഇന്നൊക്കെ പല കുട്ടികളും ഒത്തിരി പഠിക്കാറുണ്ട്, വിദ്യാസമ്പന്നരായിട്ടൊക്കെ ഭയങ്കര കോഴ്സുകളൊക്കെ ഒത്തിരി പൈസ കൊടുത്തും അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരതിനനുസരിച്ചൊരു ജോലി ചെയ്ത് പോകേണ്ടവരല്ലേ? പക്ഷേ ചിലരൊക്കെ ഇങ്ങനെ കല്യാണം കഴിഞ്ഞു, ജോലിക്ക് പോകാൻ താല്പര്യമില്ല, വീട്ടിലിരിക്കുകയാണ്.
എന്നൊക്കെ പറഞ്ഞ് ജോലിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിരിക്കുന്നവരെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ രണ്ട് പക്ഷം പറയാറുണ്ട്. ചിലർ ഭയങ്കര അംബീഷ്യസ് ആണ്, കരിയർ ഓറിയൻറ്റഡ് ആണ്, അവരത് അതുകൊണ്ട് പോകുന്നു. ചിലർ അവർക്ക് ജോലി ചെയ്യണമെന്നില്ല, അത് വീട്ടിൽ സ്വത്തുണ്ട്, പണമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ജോലി ചെയ്യുന്നില്ല എന്നൊക്കെ പറയും. അച്ഛൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താ? ഞാനിങ്ങനെ ഓർക്കാറുണ്ട്, ഇത്രയും കാശ് മുടക്കി പഠിച്ചു, അല്ലെങ്കിൽ ഗവൺമെൻറ് പഠിപ്പിച്ചു, അല്ലെങ്കിൽ ഇത്രയും റിസോഴ്സസ് അവർക്ക് വേണ്ടി ചിലവാക്കുമ്പോൾ അത് അവർക്ക് സമൂഹത്തിന് കുറച്ച് കൊടുക്കേണ്ടതല്ലേ എന്നൊക്കെ ഒരു തോട്ട് എൻ്റെ മനസ്സിലിടയ്ക്ക് വരാറുണ്ട്. അച്ഛൻ എന്നെ എങ്ങനെയാണെന്ന് കാണുന്നത് ഈ ജോലി ചെയ്യണം എന്നുള്ളത് രീതിയിൽ? അത് പഠനമുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചാൽ അവരുടെ മേഖലയിൽ 100% ജോലിക്ക് വിടണം, അല്ലെങ്കിൽ ഒരു സാമൂഹ്യ തിന്മയാണ് ചെയ്യുന്നത്. ഇപ്പം ഒരു ഡിപ്പാർട്ട്മെൻറ്റോ പ്രസവം എന്നും പറഞ്ഞല്ലോ ഒരു സ്ത്രീയെ കെട്ടിയത്. ഇപ്പം അന്ന് കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ട് നോക്കാനുള്ളതല്ല, അതൊരു വശം. നമ്മൾ നമ്മുടെ ജോലി ചെയ്യണം, അതിൻ്റെ കൂടുതൽ പിള്ളേരെ നോക്കണം. അപ്പം ഇത് ചില ആണുങ്ങൾക്കൊരു തോന്നൽ, ഭാര്യ പണിയാൻ പോയാൽ കുറവ് പോലെയാണ്. അത് വിഡ്ഢികളാണ് പറയാം. നീ ഉണ്ടാക്കിയിട്ട് ഇവിടെ ഒന്നും നോക്കേണ്ട കാര്യമില്ല, ഞങ്ങൾക്ക് ആവശ്യമില്ല, അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് പഴയ സിനിമകളിലും ഇഷ്ടം പോലെ. അപ്പോൾ ഒരു ഭാര്യ പറയുകയാണ് എനിക്ക് ഇങ്ങനെ ഇരിക്കാനേ മനസ്സുള്ളൂ എന്ന് പറഞ്ഞാൽ ഓക്കെ, ഭാര്യ പറഞ്ഞാൽ മർബന്ധം അവളെ ഇത് അടിച്ചേൽപ്പിച്ചാൽ തെറ്റാണ്, അത് സോഷ്യൽ ഈവിളാണ്. ഒരു സ്ത്രീ MBBS ഡോക്ടറാണ്, പോകണ്ടടി ഡോക്ടർമാരെ എനിക്കറിയാം, 10 ഡോക്ടറെ കാശ് ഞാൻ തരാമല്ലോ എന്ന് പറയുന്ന ഭർത്താവ് ശരിയല്ല. പക്ഷേ ആ ഭാര്യ പറയുന്നു ആശുപത്രി പോകുന്നതിനൊക്കെ എനിക്കിഷ്ടം മക്കളെ പ്രസവിച്ച അമ്മയായിട്ട് കൂടെ ഇരിക്കുന്നതാണ്. ചില പ്രശസ്തരായ ചില സിനിമാ നടികളില്ലേ, കല്യാണം കഴിച്ച് പിന്നെ സിനിമയിലേക്കില്ല, മക്കളെ നോക്കിയിരിക്കുന്നു ഇല്ലേ. അതേസമയത്ത് ചിലർ അതല്ല, അവർ ഉഴപ്പി ഇരിക്കുന്നവരുണ്ട്. പക്ഷെ ഇങ്ങനെ സ്വയം ഇങ്ങനത്തുള്ള തീരുമാനങ്ങൾ നല്ലതാണ്, പക്ഷേ അത് വ്യക്തിയുടെ ഓപ്ഷൻ ആയിരിക്കണം. അതെ, നമുക്കൊരു വീട്ടിലാണെങ്കിൽ അതിൻ്റെതായ ഈക്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് പറ്റണം അല്ലേ. ഒരുപാട് ഉത്തരവാദിത്തം കാണാം. ഒത്തിരി തിരക്കുള്ള ഭർത്താവാണെങ്കിൽ ഒരു പക്ഷേ ഭാര്യയ്ക്ക് വേണമെങ്കിൽ കുടുംബ ഉത്തരവാദിത്തങ്ങൾ അതുപോലെ തന്നെ ഉണ്ടല്ലോ, വേണ്ടെന്ന്. അപ്പം എങ്കിൽ പോലും ഭാഗികമായിട്ടെങ്കിലും ജോലിക്ക് പോകണം. കാരണം വീട്ടിലിരിക്കുന്ന അമ്മമാരല്ലേ നമ്മളെ ഓടിക്കുക, അവർക്ക് പണിയില്ലാഞ്ഞിട്ടല്ലെന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഞാൻ പറഞ്ഞൊരു ആറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. അത് പോകണം, പണിയണമെന്നുള്ള ആറ്റിറ്റ്യൂഡ് വേണം. ഒന്നെങ്കിൽ ഒരു ഫ്രീ ടൈമിൽ എപ്പോഴെങ്കിലും ആയിട്ട് ചെയ്യണം. അല്ലാണ്ട് ചുമ്മാ ഒരു ലോകത്ത് ചുമ്മാ പൈസ തിന്ന് മരിച്ചു പോകുന്നത് ഈ പിണ്ണാക്കൾ എരുമയും പൂത്തരും, അതിനകത്ത് അർത്ഥമില്ലല്ലോ. എന്തായാലും നമ്മുടെ കൺട്രിബ്യൂഷൻ വേണം. ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു നേരത്തെ തന്നെ, ഒരു എന്താണ് ചാക്കിനകത്തൊരു ചെടി വെച്ചാൽ അല്ലെങ്കിൽ ഒരു പച്ചക്കറി നട്ടാൽ അതൊരു അധ്വാനത്തിൻ്റെ ഭാഗമാണല്ലോ. അതിൽ നിന്ന് ഭക്ഷണം കഴിക്കുക, അതൊക്കെ അങ്ങനത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു മാതൃക തന്നെയാണ്. അതൊരു നന്മയും പുണ്യമാണെന്നുള്ളത് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തി കേട്ടോ. ഞങ്ങൾക്ക് ഔസേപിതാവിൻ്റെ മൂന്നാമത്തെ ഒരു കാര്യത്തിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ നല്ല മരണത്തിൻ്റെ മധ്യസ്ഥനായിട്ട് ഔസേപിതാവിനെ പറയാറുണ്ട്. ഇന്നത്തെ കുടുംബങ്ങളിലൊക്കെ ഇങ്ങനെ ഒരുപാട് എന്താണ് ഈ നല്ല മരണം, അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നല്ല മരണം എന്ന് പറയുമ്പോൾ മരണത്തിന് അങ്ങനെ നന്മയുണ്ടോ ചീത്തയുണ്ടോ? ഇപ്പോൾ ആത്മഹത്യ അല്ലാത്ത കാര്യങ്ങളെ ചിലതിനെ നല്ല മരണമെന്ന് വിശേഷിപ്പിക്കാമോ? എന്താ അപ്പം അതിൽ ഔസേപിതാവിൻ്റെ ഒരു പ്രാധാന്യവും? ഈ മരണം എന്ന് പറയുന്നത് ഭൂമിയിൽ നന്നായിട്ട് ജീവിച്ചു പോയ ആൾ, ജീവിതം മുഴുവൻ നന്നായിട്ട് ജീവിച്ച ആൾ, വണ്ടി ഇടിച്ചാലും ഇടിവെട്ടിയാലും വെടി കൊണ്ടാലും നല്ല മരണം ജീവിതമാണ്. മരണത്തെ നിശ്ചയിക്കുന്നത് ജീവിതമാണ്. അപ്പം ജീവിതം എന്ന് പറയുന്നത് ജനുവരിയും ഫെബ്രുവരിയും അല്ല, ഫെബ്രുവരിയും മാർച്ച് ഒക്കെ ചുമ്മാ മനുഷ്യനുണ്ടാക്കുന്നതാണ്. പ്രായമെന്ന് പറയുന്നത് എന്തുവാ? മനുഷ്യനിടുന്ന നമ്പരാണ് പ്രായം. എന്നാ പ്രായത്തിൽ ഇരിക്കുന്നത്? നമുക്കാകെയുള്ളത് സെക്കൻഡാണ്. സെക്കൻഡ്. അപ്പോൾ ഓരോ സെക്കൻഡും നന്നായിട്ട് ജീവിക്കുന്നവർ നന്നായിട്ട് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2024 വരുന്ന വർഷത്തിൻ്റെ സെക്കൻഡുകൾ നന്നായി വെച്ച് അത്രയും നാൾ മരിച്ചു. അങ്ങനെ മരിച്ചു പോകും. കാരണം ആരും 100 ആരംഭിച്ച് 1-ാം വയസ്സിലേക്ക് ചുരുങ്ങുമല്ലോ, എല്ലാവരും വളരുമല്ലേ. ഇപ്പം വളരുന്ന വഴികളിൽ ചെയ്യുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഇതെല്ലാം ഒരു മരണമാണ്. എൻ്റെ ശരീരത്തിൻ്റെ മരണം, എൻ്റെ സമയത്തിൻ്റെ മരണം എല്ലാം ഉണ്ട്. അപ്പം അത് മരിക്കുന്ന ഓരോ നിമിഷവും അന്തസ്സോടെ ജീവിച്ച് മരിച്ചോണം. അതാണ് നല്ല മരണം. ഇന്ന് പലരും നമുക്ക് സത്യം പറഞ്ഞാൽ അത് അറിയത്തില്ല പലർക്കും എന്താണ് ഈ നല്ല മരണം. ഇപ്പോൾ ഔസേപിതാവിനെ പറ്റി നോക്കുമ്പോൾ ഔസേപിതാവ് നമുക്കറിയാം നൊവേനയിലൊക്കെ ചെല്ലുന്ന പോലെ എല്ലാ മാതാവിൻ്റെ ഒപ്പം ജീവിച്ചു, എല്ലാ അന്ത്യ ശുശ്രൂഷകളൊക്കെ സ്വീകരിച്ചു, പ്രായമായി അങ്ങനെ മരിച്ചു. അതാണ് ഏറ്റവും വലിയ നല്ല മരണം എന്നാണല്ലോ ഒരു പൊതുവിലുള്ള നമ്മുടെ ഒരു കൺസെപ്റ്റ്. പക്ഷേ എത്രയോ മനുഷ്യർ ഇന്ന് പറഞ്ഞ പോലെ ഇന്നുണ്ട് നാളെ രാവിലെ എഴുന്നേൽക്കുന്നില്ല, ആക്സിഡൻ്റ് ആകുന്നു. അപ്പം നമ്മളിങ്ങനെ ആകെപ്പാടെ ഒരു ഉത്തരമില്ലാതെ പോകാറുണ്ട്. അപ്പം ജീവിക്കുകയാണ് ശരിക്കും നല്ല മരണം അല്ലേ, നല്ല ജീവിതമാണ് നല്ല മരണം. കാരണം മരണം എല്ലാവർക്കും വെച്ചിട്ടുണ്ട്, ആർക്കും ഉണ്ട്. ഈശോ ഭൂമിയിൽ നിന്ന് പോയി, പത്രോസ് പോയി, പൗലോസ് പോയി, തോമാസിയാവ് പോയി, നമ്മുടെ ഓരോ
100 വർഷം എത്ര പേരെ പോവുകയെ. അത് പ്രകൃതിയുടെ നിയമമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ നിയമത്തിൽ മരിക്കുമെന്നുള്ള ഉറപ്പ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഓർക്കാനോ ദുഃഖിക്കാനോ അത് മരിച്ചേ പറ്റുള്ളൂ, പ്രായമായേ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് പ്രാധാന്യം. കാരണം മരണത്തെ നിർവചിക്കുന്നത് നമ്മുടെ മരണമാണ്. മരണത്തെ ചെയ്യുന്ന നമ്മുടെ ജീവിതമാണ്. ഇപ്പോൾ നന്നായിട്ട് ജീവിച്ചാൽ ഒരിക്കലും മരിക്കുകയല്ല. ഇതാ പറഞ്ഞില്ലേ, എന്നെ വിശ്വസിക്കാൻ മരിച്ചാലും നിത്യം ജീവിക്കും. നിത്യം ജീവിക്കുന്ന ആരാ? മദർ തെരേസ, മഹാത്മാഗാന്ധി നിത്യം ജീവിക്കും. അതുപോലെ മരിച്ചു പോയ നല്ല അപ്പനമ്മമാർ മക്കളുടെ മനസ്സിൽ, സമൂഹത്തിൽ, നാടിന് നന്മ ചെയ്യുന്നവർ, ഇവരൊക്കെ നിത്യം ജീവിക്കും. അപ്പം അത് നമ്മുടെ മനസ്സിൽ ഒരച്ഛൻ, ഒരു അപ്പനും അമ്മയ്ക്കും മക്കളുടെ മക്കൾ വഴി കാരണന്മാർ നിത്യം ജീവിക്കും. തലമുറ അച്ഛന്മാർ നിശ്ചയിച്ചൊക്കെയോ അവർ ചെയ്ത സുവിശേഷ പ്രവൃത്തി വഴി അനേകർ നിത്യം ജീവിക്കും. ചില വിശ്വാസികൾ വളരാനും പ്രതീക്ഷ വളരാനൊക്കെ ഒരു വൈദിക ശിക്ഷണ ജീവിതം മതി. അപ്പോൾ ഒരു നിത്യജീവനിലേക്ക് നടത്തുന്ന കൊച്ചു ജീവിതമാണ് നമ്മുടെ ഈ ലോകത്തിലെ കൊച്ചു കൊച്ചു വഴികൾ. അപ്പം അതിനെ അങ്ങനെ നമ്മൾ കണ്ടെടുത്ത് ശരിക്കും ജീവിക്കുക. ശരിക്കും ജീവിച്ചാൽ അത് നല്ല മരണം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും. എന്തുകൊണ്ടാണ് പിന്നെ ഔസേപ്പിതാവിനെ ഈ മരണത്തിൻ്റെ മധ്യസ്ഥനായിട്ട് സഭ കാണുന്നത്? എന്തുകൊണ്ടാണ് ശരിക്കും നല്ല മരണത്തിൻ്റെ മധ്യസ്ഥനായിട്ട് കാണുന്നതിൻ്റെ ഒരു കാരണം, ഈ ദൈവത്തോട് ആലോചന നടത്തിയ മനുഷ്യൻ പിന്നെ ശരിക്കും അധ്വാനിച്ച് അങ്ങ് പോയി, ഒന്നിനെക്കുറിച്ചും ഒരാവലാതി ഒന്നും പറയാതെ അങ്ങ് പോകുമല്ലേ. ഔസേപ്പിതാവോട് ചോദിക്കുകയാണ്, എന്തിനാ ഈ കഴുതയുടെ കയറും പിടിച്ച് ഒരു അമ്മയും ഇങ്ങനെ പോകുന്നത് അല്ലെ മോനെയും കൊണ്ട്? ഉത്തരവ് പറയും, ഔസേപ്പിതാവ് പറയും, ദൈവം പറഞ്ഞിങ്ങനെ പോകുമ്പോൾ ഞാനങ്ങ് പോവുക. ആ സെക്കൻഡ് അതങ്ങ് ചെയ്തു. ഒത്തിരി ഒന്നും ആലോചന നടത്തിയില്ല. ഓരോ പണിയും ഏൽപ്പിക്കുന്ന എന്തും സമർപ്പണ ഭാവത്തോടെ ചെയ്തു പോയി. അതുകൊണ്ട് ഇതുപോലെ മാതൃക വേറെ ഇല്ല. അതുകൊണ്ട് നല്ല മരണത്തിൻ്റെ മധ്യസ്ഥനെന്ന് സഭ വിളിക്കുന്നു. അതുപോലെ തന്നെ ഔസേപ്പിതാവിനെ കുറിച്ച് പറയുമ്പോഴേ ഭയങ്കര ഔസേപ്പിതാവ് വലിയ പ്രസംഗകനോ അല്ലെ വലിയ കഴിവുള്ളയാളോ അല്ലെങ്കിൽ എന്താണ് വീരശൂര പരാക്രമിയൊന്നുമായിട്ട് നമുക്കൊരിക്കലും തോന്നാറില്ല. ആകെ നീതിമാൻ എന്നുള്ളൊരു വാക്ക് പറയാറുണ്ട്. പക്ഷെ വളരെ ഒരു നിശബ്ദനായ ഒരു വ്യക്തിയെയാണ് പലപ്പോഴും ഔസേപ്പിതാവിൽ കാണുന്നത് പോലെ തോന്നാറുണ്ട്. പുത്തമ്പരാൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ നിശബ്ദതയോടെ കഴിഞ്ഞ ഒരാളായിട്ട് തോന്നിയിട്ടുണ്ടോ ഔസേപ്പിതാവിനെ പറ്റി? ഔസേപ്പിതാവിനെ കുറിച്ച് അതുകൊണ്ടാണ് ഈ ബൈബിളിൽ അധിക പരാമർശങ്ങൾ ഒന്നും തന്നെയില്ല. മത്തായിയുടെ സുവിശേഷ ചില ആവർത്തനങ്ങൾ അധികമില്ല. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ബൈബിൾ എഴുതുമ്പോൾ ഔസേപ്പിതാവോ മാതാവിനെ ഒന്നും കാണിക്കാനല്ല, ബൈബിൾ അവൻ ദൈവത്തിനാണെന്ന് കാണിക്കാൻ. അത് യോഹന്നാൻ പറഞ്ഞത് ഒത്തിരി എഴുതാനുണ്ട്, എഴുതുന്നില്ല. ക്രിസ്തു ദൈവത്തിനാണ്, അത് കാണിക്കാൻ മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതുകൊണ്ട് ഔസേപ്പിതാവിനെ കുറിച്ച് അധികമൊന്നും പറയുന്നില്ല. ഒരു വാക്ക് പോലും മിണ്ടാത്ത ആളുമല്ലേ ബൈബിളിൽ. മറിയം പോലും പറഞ്ഞു, പക്ഷേ ഔസേപ്പ് മിണ്ടിയിട്ടില്ല. അപ്പം അങ്ങനെ അത് ശബ്ദമല്ല മനുഷ്യനാണ്. അത് നമുക്കുള്ള ഒരു മോഡൽ. ഈ ഒത്തിരി വർത്തമാനം പറയുന്നതിനകത്ത് അർത്ഥമില്ല, നിശബ്ദതയിൽ നമ്മൾ ജീവിക്കണം. അപ്പോൾ ഈ കോഴി ഒരു കുഞ്ഞു മുട്ടയിട്ടിട്ട് ഭയങ്കര ബഹളം വെക്കും, അത്ഭുതം നടന്നെന്നും പറഞ്ഞു. കൊട്ട വെക്കുമ്പം ഒരു പീറ മുട്ട. പക്ഷേ താറാവ് മുഴുത്ത മുട്ട ശബ്ദം വെക്കുകയില്ല. ഞാൻ മുട്ടയിട്ട് താറാവ് മുട്ടയാണ് ഒന്നുമില്ല. ചില മനുഷ്യർ കോഴി പോലെ കൊച്ചു കാര്യം ചെയ്യും വലിയ ശബ്ദം വെക്കും. ചില താറാവ് പോലെ കുഞ്ഞു കുഞ്ഞു കാര്യം നന്മയായിട്ട് ചെയ്തങ്ങ് പോകും. നമ്മളെ വിളിക്കുന്നത് ഈ താറാവിനെ പോലെ നിശബ്ദമായിട്ട് വലിയ കാര്യം ചെയ്തു പോകാം. അങ്ങനെ ജീവിക്കാമെന്ന് പഠിപ്പിച്ച ആളാണ് ഔസേപ്പിതാവ്. അയ്യോ, എന്തായാലും ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ എപ്പിസോഡിൻ്റെ സമയം ഏതാണ്ട് തീരാറായി. എന്നാലും 3-4 പോയിന്റുകളിലൂടെ നമ്മൾ കടന്നുപോയി. ഇനി ഒത്തിരിയേറെ പ്രാർത്ഥിക്കാനും ചിന്തിക്കാനൊക്കെ ഉള്ളൊരു വിഷയമാണ്. അപ്പോൾ ഔസേപ്പിതാവ് എന്തായാലും എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എനിക്ക് തോന്നുന്നു ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണെങ്കിലും അടുത്ത എപ്പിസോഡ് ഇതിൻ്റെ ഒരു തുടർച്ചയാണ്. ഔസേപ്പിതാവിനെ പറ്റി ചിന്തിച്ചെങ്കിൽ ഉറപ്പായിട്ടും മാതാവിനെ പറ്റി ചിന്തിക്കാതിരിക്കാൻ പറ്റില്ലാത്തത് കൊണ്ട് എനിക്ക് തോന്നുന്നു അടുത്ത എപ്പിസോഡിൽ നമുക്ക് മാതാവിനെ കുറിച്ച് ചിന്തിക്കാം. അപ്പോൾ ഈ എപ്പിസോഡ് നമുക്ക് അവസാനിപ്പിക്കാം. താങ്ക് യു സോ മച്ച്.